വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പോകാൻ നെടുങ്ങൻ റെയിൻ ഫോറസ്റ്റിലോട്ടാണ്. സോ ഇത് നിലമ്പൂരാണ്. നിലമ്പൂർ എന്ന് പറയുമ്പോൾ കൊളോണിയൽ പ്ലോട്ടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. സോ ഇവിടെ ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് കൊളോണിയൽ പ്ലോട്ട് കയറാൻ നമുക്ക് സമയമില്ല. കാരണം നമ്മൾ നെടുങ്കയം എന്ന സ്ഥലത്തിലോട്ടാണ് പ്ലാൻ ഇട്ടത്. സോ അവിടുത്തെ വിശേഷങ്ങളും നെടുങ്ങൻ റെയിൻ ഫോറസ്റ്റിലോട്ട്. സോ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നമ്മള് ആദ്യത്തെ പാലത്തിൽ ചെറുപുഴ പാലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പാലം. ഇതും ബ്രിട്ടീഷുകാർ തന്നെ പണിയിപ്പിച്ചാണ്. അപ്പോൾ നമ്മള് ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ ഇനി ടിക്കറ്റ് എടുക്കണം. കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെ എന്താ നമ്മള് സ്വന്തം വെഹിക്കിളായിട്ട് തന്നെ പോകണം. ഇവിടെ വേറെ വെഹിക്കിളോ ഒന്നുമില്ല. കാറോ ബൈക്കോ എന്താ സാധിച്ചിട്ട് പോകണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്നാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ ലോറികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തേക്ക് മരം കൊണ്ടുപോകുന്ന വണ്ടികളായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതാണ് ഡോഗ്സൺ സാഹിബിൻ്റെ പ്രതിമയാണ്. ഇവിടെ അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ ജോൺസൺ ആൻഡ് ഇംഗ്ലീഷ് മാൻ വാസ് ദ ഫോറസ്റ്റ് എഞ്ചിനീയർ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് വരുന്നത്. അവിടെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു, ഡോഗ്സൺ സാഹിബിൻ്റെ ആണ്. ഇവിടുത്തെ ഈ പാലങ്ങളും അതേപോലെ ഇതൊക്കെ ബിൽഡ് ചെയ്ത ആളുടെ. സോ അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ വെൽക്കം കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, പിന്നെ അവിടെയാണ് അതിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. അവിടുന്ന് ആയിരുന്നു ആദ്യം ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. സോ അവിടുന്ന് മാറിയിട്ട് കുറച്ച് മുമ്പോട്ടാണ് അതിന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 4 പേരാണ് ഞങ്ങളുള്ളത്. അപ്പോൾ 35 രൂപ വെച്ചിട്ട് 4 പേർക്ക് 140 രൂപ. പിന്നെ 80 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനുള്ളിലോട്ട് പ്രവേശിക്കാം. നല്ല വെയിലുണ്ട്. സോ ഇവിടെ ആയിരുന്നു ആദ്യത്തെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. സോ ഇവിടെ നിന്ന് മാറിയിട്ട് കുറച്ച് അപ്പുറത്തോട്ടാണ് നമുക്ക് ടിക്കറ്റ് വരുന്നത്. ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത് എലിഫന്റ് ക്രാവ്, അതായത് ആനപ്പന്തി എന്ന് പറയും. അതുപോലെ ഓൾഡ് തേക്ക് പ്ലാന്റ്സ് ഉണ്ട്. അതായത് തേക്ക് മരങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചൊരു സ്ഥലമുണ്ട്. കാണാൻ നല്ല ഭംഗിയാട്ടോ. പിന്നെ ഇൻസ്പെക്ഷൻ ബാംഗ്ലോ, അതായത് ഈ ഡോഗ്സൺ സാഹിബിന്റെ ബംഗ്ലാവ് ഉണ്ട്. പക്ഷെ അത് ഇവിടെ പൂട്ടിയിട്ടിരിക്കണം, നമുക്ക് കാണാൻ പറ്റൂല. അതുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശനമില്ല. സോ പറ്റുമെന്ന് അറിയില്ല. അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിന്റെ എന്തോ റിനോവേഷന്റെ വർക്കിലായിരുന്നു. പിന്നെ ഡോഗ്സൺ സാഹിബിന്റെ അടക്കം ചെയ്ത ഒരു സ്ഥലം, പിന്നെ ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ നേരെ പോണത് ബ്രിഡ്ജിലോട്ടാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മറ്റുള്ളവർക്ക് പോവാം. സോ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ടല്ലോ നമ്മള്. സോ ഇവിടെ 3:30 വരെയാണ് ടിക്കറ്റിന്റെ ടൈം എന്ന് തോന്നുന്നത്. അവിടെ എന്തൊക്കെയോ പുതുതായിട്ട് വരുന്നുണ്ട്. ഇതിലൂടെ കുറച്ച് ദൂരം പോവാനുണ്ട്. അത്യാവശ്യം നല്ല ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഫുള്ള് തേക്കാണ് കേട്ടോ. ഫുള്ള് തേക്ക് മരങ്ങളാണ്. നമ്മള് എൻട്രൻസിൽ കണ്ട ലോറിയൊക്കെ ഈ തേക്ക് മരങ്ങള് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉള്ളതാണ് എന്ന് വിചാരിക്കണോ. അതിനാവും. ലേലത്തില് തേക്കിന്റെ എന്തോ പരിപാടികളുണ്ടോ. അപ്പൊ ഗായ്സ് ദേ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കണം. ഇനി കുറച്ചുകൂടെ ദൂരം ഉണ്ട്. അവിടെയാണ് പാർക്കിംഗ് ഏരിയ. ആ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് നടന്നു പോവാനുണ്ട്. ഈ വശത്ത് ഫുൾ തേക്കാണ്. വരുന്ന സമയത്ത് എന്റെ മോനെ ഒരു രക്ഷയില്ല. നമ്മൾ കാടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാന്ന് പറയുമ്പോൾ ഒരു രസം തന്നെയാണ്. മലപ്പുറത്താണ് ഇത് വരുന്നത്. തേക്കാള് വിൽക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഇവിടെ ഈ ഇതിൽ നിറയെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസൊക്കെ ഉണ്ട്. ഈ ജീപ്പ് സഫാരി ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യും. അത് ഇവിടുത്തെ ആൾക്കാരുടെ ഇവിടെ കളിച്ചണല്ലേ. ഇതൊക്കെ ഇപ്പൊ വന്ന ഇതാട്ടോ. ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒരു കുറെ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റർനാഷണൽ സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പാർക്കിംഗ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ നല്ല അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല കുറച്ച് ആളുകളുള്ളൂ തോന്നുന്നു. അതില്ല സൈഡ് ആയതുകൊണ്ടാവും.
ഈ ഏരിയയാണ് പാർക്കിംഗ് ഏരിയ. ഓക്കെ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പാലമുണ്ട്, നെക്സ്റ്റ് പാലം. ഓക്കെ, പിന്നെ അത് നേരെ കാണുന്ന അവിടെയാണ് ഡോസൺ സാഹിബിൻ്റെ ബംഗ്ലാവ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ബ്രിഡ്ജിലോട്ടാണ്. ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ കാലത്ത് ഡോക്ടർ സാഹിബ് ഉണ്ടാക്കിയതാണ്. 90 വർഷം ഇനി പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. സോ ഇവിടെയൊക്കെ പുതിയ ബിൽഡിങ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് റിസോർട്ട് പോലെയുള്ള ഇതായിരിക്കും തോന്നുന്നത്. സോ ഇതിലൂടെ ഞാൻ നടന്നു കഴിഞ്ഞാൽ ബംഗ്ലാവ് അവിടെ വരുന്നു. പക്ഷെ ബംഗ്ലാവ് പൂട്ടിയിട്ടതായി കാണുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പ്രവേശനം ഉണ്ടോയെന്നറിയില്ല. സോ ഇവിടെയാണ് ഇവിടുത്തെ ബംഗ്ലാവ് വരുന്നത്. പക്ഷെ അവിടെ ഓപ്പൺ അല്ല. സോ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ ഇവിടെ നല്ല വ്യൂ ആണ്. ഓക്കെ, ചാടി കഴിഞ്ഞാൽ അടിപൊളിയാണാവും. പക്ഷെ ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും ഡേഞ്ചറാണ്. സോ നമുക്കിവിടെ അവിടെയൊക്കെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കാണാൻ പറ്റും. അത്രയും ഡേഞ്ചറായിട്ടുള്ള പ്ലേസാണ് ഇവിടെ. കാരണം ഇവിടുന്ന് തടികൾ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതിനപ്പുറത്താണ് ഡോസൺ സാഹിബിനെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളും അതേപോലെ ആനപ്പന്തിയും. ഇവിടെ ഒരു ബോർഡിനെ എഴുതി വെച്ചിട്ടുണ്ട്, നോ സ്വിമ്മിങ് അലൗഡ്. നമ്മൾ തൊട്ട് താഴെ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പുഴയുടെ അരികിലോട്ടെത്തും. ഇവിടുന്ന് കുറച്ച് കാണാനുണ്ട്. നമുക്ക് ആദ്യം പുഴയുടെ അരികിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ വരാം. സോ ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി കുറച്ചാണ് കഴിഞ്ഞ് ഞാൻ പുഴയുടെ അരികിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടേക്ക് നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വെറും ഉരുളങ്കല്ല് മാത്രം. അപ്പം നമ്മളിനി മേലോട്ട് പോവാണ് ഗൈസ്. ഇവിടെ നല്ല വെയിലാണ്. ഇതാണ് ഡോസൺ ടോംബ് വരുന്നത്. പിന്നെ അങ്ങോട്ട് നോ എൻട്രി ആണ്. പിന്നെ ഇവിടെ ആളടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഡോസൺ ടോംബ്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എലിഫൻറ്റ് ആനപ്പന്തി ആണ് അവിടെ ഉള്ളത്. പിന്നെ അവിടെ ട്രൈബൽ ഏരിയ വരുന്നുണ്ട്. സോ ഇതെന്തോ അംഗൻവാടി, പണ്ടത്തെ അംഗൻവാടി എന്തോ ആണ് തോന്നുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സമയത്താണ് ആളെ അടക്കിയിരിക്കുന്ന സ്ഥലം വരുന്നത്. സോ ഇവിടെ എസ്പെഷ്യലി എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രി എന്ന്. പിന്നെ ആളുടെ കുറച്ച് ഹിസ്റ്ററീസ് ഇവിടെ വരുന്നുണ്ട്. ആളുടെ ജനനം, മരണം എന്ന ഇതൊക്കെ. ഓക്കെ, നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ആളെങ്ങനെയാണ് മരണപ്പെട്ടതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. റിവറിൽ വെച്ച് തന്നെയാണ് അയാൾ മരണപ്പെട്ടത്. സോ ഇതാണ് ആളെ അടക്കിയിരിക്കുന്ന സ്ഥലം. ഇവിടെയാണ് ആളുടെ കല്ലറ വരുന്നത്. ഇതവിടെ കുറച്ച് കുരങ്ങന്മാർ ഇതാക്കുന്നത്. ഇവിടെ ഒരു സ്കൂൾ വരുന്നുണ്ട്, ഗവൺമെൻറ് ട്രൈബൽ ബദൽ സ്കൂള്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. നെടുങ്കണ്ടം റെയിൻ ഫോറസ്റ്റിൽ ഇവിടുത്തെ ട്രൈബൽ ഏരിയാസിൽ വരുന്ന സ്കൂളാണ് ഇവിടെ വരുന്നത്. ഗവൺമെൻറ് ട്രൈബൽ ബദൽ സ്കൂളാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ട്രെയിൻ പോലെ നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ. കാരണം ഇവിടെ അടവാണ് തോന്നുന്നത്. ഇന്ന് സ്കൂള് ഇല്ലയെന്ന് തോന്നുന്നത്. ഇവിടെ കാണില്ലല്ലോ. ഇവിടെ കുരങ്ങനെ കണ്ടിട്ട് വന്ന സമയത്ത് രക്ഷയില്ല. രണ്ട് കുരങ്ങന്മാർ. ഷെറിന് ഇവിടെ ഉണ്ട്, കാരണം കുരങ്ങനെ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ട് ആള്. ഇവിടെയാണ് ആനപ്പന്തി വരുന്നത്.
കാണുന്നുണ്ടോ അറിയില്ല, കാണുന്നുണ്ട്. അതാണ് ആനപ്പന്തി. സോ ഇതാണ് ഇവിടുത്തെ ആനപ്പന്തി വരുന്നത്, നെടുങ്കയം റെയിൻ ഫോറസ്റ്റിലെ ആനപ്പന്തി. നെടുങ്കയം റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ ആനപ്പന്തിയാണ് വരുന്നത്, ഇപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നത്. അതേപോലെ ഇവിടെ കാട്ടിലെ ആനകളെ മെരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 1935 ഇത് രൂപീകരിച്ചത്. കാരണം പുറത്തു നിന്നുള്ള ആനകളെ വരെ ഇങ്ങോട്ട് മെരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരലുണ്ടായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. 1935 ഇത് ആരംഭിച്ചത്. സോ നമുക്ക് ഇവിടെ 3 ആനകൾ വരെ നമുക്ക് ഒരേ ടൈമിൽ മെരിക്കാവുന്നതാണ്. വലിയ വലിയ തടികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഫുള്ള് മരങ്ങളാണ്, മുകളിലാണ് അതിൻ്റെ കുറച്ച് ഷീറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ യാത്രകളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അടുത്ത യാത്രയുമായി നമുക്ക് കണ്ടുമുട്ടാവുന്നതാണ് നെക്സ്റ്റ് പ്ലേസ്. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ.